ജ്ഞാനത്തിന് തുല്യമായിട്ട് ഒന്നുമില്ല, പവിത്രമായിട്ട് വേറെ ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? പ്രണിപാതേന പരിപ്രശ്നേന സേവയ. നമ്മൾ ഗുരുവിന്റെ അടുത്ത് ആ പവിത്രമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ ജ്ഞാനം തരുന്ന ഗുരുക്കന്മാരെ ആശ്രയിക്കണം. നമ്മുടെ അകക്കണ്ണ് തുറപ്പിക്കണം. എന്താ? ആ ഒരു പ്രണിപാതേന നമ്മളെ കൈ കൂപ്പിക്കൊണ്ട് എന്റെ കർമ്മങ്ങള് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വേണം ഗുരുവിന്റെ അടുത്ത് ചെല്ലാനായിട്ട്. പരിപ്രശ്നേന ചോദിക്കണം, എനിക്ക് എന്താ ഈ ദുഃഖങ്ങൾ വരുന്നത്, എന്താണ് ഇതിന് കാരണം, അല്ലെ? എന്നിട്ട് ഗുരുവിനെ സേവിക്കണം. സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുവാക്യങ്ങളെ അനുസരിക്കുക, ഉപദേശത്തെ. അങ്ങനെ ഉള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ശിഷ്യന്മാർക്ക് ഉപദേശത്തെ ജ്ഞാനം, അങ്ങനെയുള്ളവർക്ക് ഗുരു എന്ത് കൊടുക്കുന്നു? ഉപദേശിച്ചു കൊടുക്കുന്നു ഈ അറിവിനെ. അപ്പൊ ജ്ഞാനിന തത്വദർശിന, ജ്ഞാനത്തിലൂടെ നമ്മൾ എന്തായി? തത്വത്തെ ദർശിച്ചു, അല്ലെ? അപ്പൊ പറയണു നഹി ജ്ഞാനേന സദൃശം, ഈ അറിവിന് തുല്യമായിട്ട് പവിത്രം ഇഹ വിദ്യതേ, ഇവിടെ ശുദ്ധമായിട്ട് വേറെ ഒന്നുമില്ല. ഇത് തന്നെയാണ് ഏറ്റവും ഉയർന്ന